എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL ന് വേണ്ടി ട്രിഗണോമെട്രിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ CGL 2023 വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൽ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, ബുക്കുകൾ എങ്ങനെയാണ്, പിന്നെ നമ്മൾ സർക്കിള്, മിക്സ്ചർ അലിഗേഷൻ, പിന്നെ റിലേറ്റീവ് സ്പീഡ് ഒരു ടോപ്പിക്, അങ്ങനെ ഒരു 6-7 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെ സ്റ്റാർട്ട് മുതൽ കണ്ട് പോവുക. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഇനി നമ്മുടെ CGL എക്സാം ജൂലൈ 14 മുതൽ സ്റ്റാർട്ട് ചെയ്യും, പ്രിലിംസ്. അപ്പം ജൂലൈ 14 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിനുവേണ്ടി നമ്മൾ ക്ലാസ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ബാക്കി ക്ലാസ്സുകളാണ് ഇനി അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം തൊട്ട് ഇവിടെ ഇനിയുള്ള ക്ലാസ്സുകൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. മാക്സിമം പേർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. CGL എഴുതുന്ന അല്ലെ SSC പഠിക്കുന്ന എല്ലാവർക്കും. അതായത് SSC CGL എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാംസിനും ഉപയോഗിക്കുന്നതാണ്. CGL, CHS, MTS, CPO അങ്ങനെയുള്ള എല്ലാത്തിനും, പിന്നെ റെയിൽവേക്ക് ഉപയോഗിക്കുന്ന ക്ലാസ്സുകളാണിത്. അപ്പൊ ഇത് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് അറിയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, നല്ല കമന്റ് ഇടുന്നവരുണ്ട്. അപ്പൊ നിങ്ങളും അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ട്രിഗണോമെട്രിയിലെ കുറെ പേര് ചോദിച്ചാണ് ട്രിഗണോമെട്രി ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്കിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇനി ടോപ്പിക് വൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ ബാച്ചസിലൂടെ അല്ലെങ്കിൽ ക്ലാസ്സിലൂടെ, പെയ്ഡ് ക്ലാസ്സിലൂടെ ആണ് പഠിക്കേണ്ടത്. അപ്പം ട്രിഗണോമെട്രി നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രിപ്പറേഷൻ പറഞ്ഞുകൊണ്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ ട്രിഗണോമെട്രിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് SSCയിൽ ചോദിച്ച, പ്രീവിയസ് ചോദിച്ച അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇത് പറയുന്നത് പറഞ്ഞു, ഇപ്പൊ ട്രിഗണോമെട്രി നിങ്ങൾ കുറച്ച് പഠിച്ചവർ കാണും, CGL ന് വേണ്ടി കുറച്ച് പഠിച്ചവർ കാണും, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ കാണും. അപ്പൊ ഞാൻ ആദ്യം ഇത് അങ്ങനെ പഠിച്ചവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ എങ്ങനെ എക്സാമിന് ചെയ്യാം, എക്സാമിന് നമ്മൾ എങ്ങനെ ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഞാൻ ആദ്യം ഇതിന്റെ സൊല്യൂഷൻ പറയുന്നത്. എന്നിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യം പറയാം. ഓക്കെ, അപ്പൊ അല്ലാതെ ആദ്യമേ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചവർക്ക് കുറച്ച് ലാഗായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എക്സാമിന് എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം ഞാൻ പറയാം. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിൽ എങ്ങനെ ചെയ്യാം ട്രിഗണോമെട്രി. പിന്നെ ട്രിഗണോമെട്രിയുടെ കുറച്ച് കാര്യം പറയുകയാണെങ്കിൽ, ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പൊ ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, പ്രീവിയസ് ബുക്ക്, അതിനകത്ത് നിങ്ങൾ 600 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് 600 ക്വസ്റ്റ്യൻ ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ട്രിഗണോമെട്രി ഏകദേശം ഒരു സെറ്റ് ആവും. പിന്നെ എക്സാമിന് സമയം നല്ല രീതിയിൽ കുറയും. അപ്പൊ അത് നിങ്ങൾ എഴുതുന്നതും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറെ കാര്യങ്ങളുണ്ട്. ട്രിഗണോമെട്രി വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും കുറച്ച് മെത്തേഡ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പൊ അത് ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് കോസ് തീറ്റ 4xy ഇങ്ങനെ വന്നിട്ടുണ്ട്, വാട്ട് ഇസ് വാല്യൂ ഓഫ് സൈൻ തീറ്റ? അപ്പൊ കോസ് തീറ്റ ഉണ്ട്, സൈൻ തീറ്റ വേണം. അപ്പൊ ഇങ്ങനെയാണ് എക്സിന്റെ വാല്യൂ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇത് CHSL 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ എക്സാമിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, എക്സിന് ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ ഇട്ടു. എക്സിന് ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്താൽ പറ്റത്തില്ല, എല്ലാം സെയിം ആയി പോകും. എക്സിന് ഞാൻ 1 എന്ന് കൊടുത്തു. എക്സിന് 1 എന്ന് കൊടുത്താൽ എന്താ ഗുണം? ഇപ്പൊ കോസ് തീറ്റ എന്ത് വരും? എക്സിന് 1 കൊടുക്കുമ്പോൾ കോസ് തീറ്റയ്ക്ക് സി എന്ന് എഴുതിയാൽ മതി. നമ്മൾ കോസിന് സി, സൈന് എസ്, അതൊക്കെ എഴുതിയാൽ മതി. നമ്മൾ പേപ്പറിൽ നമ്മൾ എഴുതുന്നത് ആരെയും കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പേപ്പറിൽ നമ്മൾ കോസിന് സി എന്ന് എഴുതിയാലും ആരും വന്ന് നോക്കാൻ പറ്റില്ല. നമുക്ക് ഫൈനൽ റിസൾട്ട് ആണ് വേണ്ടത്. അപ്പൊ കോസ് തീറ്റ എന്ത് കിട്ടും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 4/1+4 എന്ന് വെച്ചാൽ 4/5 എന്ന് കിട്ടും. അപ്പൊ കോസ് തീറ്റ 4/5 ആണെങ്കിൽ സൈൻ തീറ്റ എന്തൊക്കെ വരാം? സൈൻ തീറ്റ 3/5 വരാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം എന്തുകൊണ്ടാണ് 3/5 വരുന്നതെന്നൊക്കെ ചിലർക്ക് മനസ്സിലായി കാണത്തില്ല. അത് ഞാൻ പറയാം. 3/5 വരാം, അല്ലെങ്കിൽ -3/5 പ്ലസ് അല്ലെങ്കിൽ മൈനസ്. സൈൻ പ്ലസ് വരാം, മൈനസും വരാം. അപ്പൊ പ്ലസ് ഓർ മൈനസ് 3/5 വരാം ഇത് സൈൻ തീറ്റ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്ഷനകത്ത് എക്സിന് എത്ര ഇട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. അപ്പൊ എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊരു ഇതെന്തൊരു 1 - 4 -3/5. ഇത് -3/5 വന്നു. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തത് നോക്കി, ഇത് 5 ആയി, ന്യൂമറേറ്റർ 5 ആയി. ഇതല്ല, എത്രയായി? എന്തൊരു 1 - ഇത് ഡിനോമിനേറ്റർ 4 ആയി. അപ്പൊ അതല്ല, ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ ഇതില്ല, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എക്സാമിന് ചെയ്യേണ്ടത്. അപ്പൊ എക്സിന് ഞാൻ 1 കൊടുത്തു, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2-3 സെയിം ആവും. 0 കൊടുത്തു കഴിഞ്ഞാൽ 1 - 0, ഇവിടെ 1 വരും, ഇവിടെ 1 വരും ഡിനോമിനേറ്റർ. അപ്പം എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് വന്നു? 4/5 വന്നു. എക്സ് 4/5 ആണെങ്കിൽ സൈൻ തീറ്റ വാല്യൂ പ്ലസ് ഓർ മൈനസ് 3/5 ആവും. അപ്പൊ ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് 3/5 വന്നത്. അപ്പൊ അതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഏതാണ്? നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ കണ്ടത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? നമുക്ക് എങ്ങനെ ചെയ്യാം? കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്, നമുക്ക് സൈൻ തീറ്റ അല്ലേ വേണമെന്ന്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ എസ് എന്ന് ഞാൻ കൊടുക്കുന്നു. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 - കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് 1 - എന്താ എന്ത് വരും? കോസ് സ്ക്വയർ. കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ വാല്യൂ 4/5 ആണ്. അതായത് 16/25 എന്ന് വരും. നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 9/25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയും? റൂട്ടിന് പുറത്ത് വരുമ്പോൾ സൈൻ സ്ക്വയർ ആണ്. സൈൻ സ്ക്വയർ. അപ്പൊ സൈൻ്റെ വാല്യൂ എന്ത് വരും? സൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട്, അതായത് പ്ലസ് ഓർ മൈനസ് 3/5 നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ
പറയാം. സൈന് +3/5 വരാം, അതുപോലെ -3/5 വരാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഓപ്ഷനകത്ത് ഏതാ സാറ്റിസ്ഫൈ ചെയ്തത്? -3/5 ഉണ്ടായിരുന്നത്. +3/5 വരെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതായിരുന്നു ആൻസർ. +3/5 ഏതെങ്കിലും ഒന്നേ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാത്തിനും ഡിനോമിനേറ്ററും വേറെയാണ്. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എന്തെടുക്കും? ഒരുപാട് സമയം എടുക്കും. ഈ ഇക്വേഷൻ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. cos square theta plus sin square theta equal to 1. അല്ലെങ്കിൽ sin theta എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇതിന്റെ ഹോൾ സ്ക്വയർ ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യും? സമയം എടുക്കും. അല്ലെങ്കിൽ നമുക്ക് ട്രിപ്ലെറ്റ് എടുക്കണം. ട്രിപ്ലെറ്റ് ഏതുകൊണ്ട് 2x x 4x² ഇല്ല, ട്രിപ്ലെറ്റ് അല്ല. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ കൂടുതലാവും. അപ്പൊ ഈ മെത്തേഡ് ആയിരിക്കും എന്ത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വരുന്ന ഇക്വേഷൻ ഏതാണ്? sin square theta plus cos square theta equal to 1. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ടൈപ്പ് ഇങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇത് എക്സാമിന് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതേ മെത്തേഡ് നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത് കമന്റ് ആയിട്ട് പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 41/9. അങ്ങനെയാണെങ്കിൽ തീറ്റ അക്യൂട്ട് ആംഗിൾ. ഇപ്പൊ ഞാൻ എക്സാം ചെയ്യുന്ന ഇത് പറയാം. 41 9 പിന്നെ ഏതാണ് ട്രിപ്ലെറ്റ്? 40 41 9 9 40 41 എന്ന് പറഞ്ഞാൽ ട്രിപ്ലെറ്റ് ആണ്. ട്രിപ്ലെറ്റ് എന്താണെന്ന് അറിയാത്തൊരു കാണത്തില്ലല്ലോ. ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയറും 40ന്റെ സ്ക്വയറും കൂട്ടുന്നതാണ് എന്ത്? 41ന്റെ സ്ക്വയർ. അതായത് 81 400 1600 1681 41 സ്ക്വയർ ആണ്. 9 40 41 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിപ്ലെറ്റ് ആണ്. അപ്പൊ ട്രിപ്ലെറ്റ് ഏതൊക്കെയാ ഉള്ളത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 4 5 അതേപോലെ 12 5 12 13 അങ്ങനെ 20 21 29 അങ്ങനെ കുറെ ട്രിപ്ലെറ്റ് ഉണ്ട്. നമുക്ക് അത് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ട്രിപ്ലെറ്റ് 9 40 41. അപ്പൊ കൊസീക് തീറ്റയുടെ വാല്യൂ വന്നിട്ടുണ്ട് 41/9. ദെൻ ദ വാല്യൂ 5 tan theta. അപ്പൊ 5 into tan theta. tan theta എന്ന് പറഞ്ഞാൽ എന്ത് വരും? tan theta ഇത് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ബൈ എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 41 9 ആയി. ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. tan theta എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടിയ 9/ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എത്ര? 40 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എത്ര? 9/8 എന്ന് ആൻസർ കിട്ടും. 5 tan theta 5 into 9/40 9/40 എന്ന് പറഞ്ഞാൽ 9/8 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ഇത്ര മതി. ഇത്രേ ഉള്ളൂ. ഇതിന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ഇൻ ട്രയാങ്കിൾ എ ബി സി എ തന്നിട്ടുണ്ട്, എ ബി തന്നിട്ടുണ്ട്, 20 എ ബി സി തന്നിട്ടുണ്ട്. അപ്പൊ 20 29 കണ്ടു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്ലെറ്റ് ഏതാണ്? 21 ആണ്. 20 21 29 ആണ് അടുത്ത ട്രിപ്ലെറ്റ്. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി സിയില് അത് പടം വരയ്ക്കേണ്ടി വരും. കാര്യം സൈൻ ബി അങ്ങനെയൊക്കെ ചോദിച്ചത്. ഇത് 90 ആണ്. എ ബി എന്ന് പറഞ്ഞാൽ 20. എ ബി 20, ബി സി എന്ന് പറഞ്ഞാൽ 29. അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20 29 21 20 21 29 ആണ് ട്രിപ്ലെറ്റ്. അടുത്തത് സൈൻ ബി. സൈൻ ബി എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടൻസ് ആണ്. ഓക്കെ, അറിയാവുന്നതാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടൻസ് ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വരും സൈൻ ബി. സൈൻ ബി എന്ന് പറഞ്ഞാൽ 21/29 മൈനസ് കോട്ട് സി. കോട്ട് സി എന്ന് പറഞ്ഞാൽ കോട്ട് എന്ന് പറഞ്ഞാൽ ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. കോട്ട് സി ആണ്. സി എ ആംഗിളിനെ വെച്ചിട്ട് ബേസ് ബൈ പെർപെൻഡിക്കുലർ. ബേസ് എന്ന് പറഞ്ഞാൽ ഏതാ? ബേസ് ബൈ പെർപെൻഡിക്കുലർ. ബേസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് ഏതാ? 21 അടുത്തുള്ളത്. അതായത് അഡ്ജസന്റ് ഡിവൈഡ് ബൈ പെർപെൻഡിക്കുലർ. 21/20 നമുക്ക് എന്ത് കിട്ടും? ഇതെങ്ങനെ ചെയ്യാം? 21 കോമൺ എടുക്കുക. അത് മനസ്സിൽ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റണം. 21 കോമൺ എടുക്കുക. 20 20 മൈനസ് 29 അതായത് -9. 21 into -9 എന്ന് വെച്ചാൽ -189. -189 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. 189 ഡിവൈഡ് ബൈ 29 into 2 വെച്ചാൽ 58 580. ഓപ്ഷൻ സി വരും. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ഇത്രയും എഴുതിയിട്ട് എന്ത് ചെയ്യണം? മനസ്സിൽ ചെയ്യാൻ നോക്കണം. എങ്ങനെയാണ് ഞാൻ ചെയ്തത്? 21 കോമൺ എടുത്തു. 21 കോമൺ എടുക്കുമ്പോൾ 1/29 മനസ്സിലായോ? 1/29 മൈനസ് 1/20 എത്ര വരും? 21 കോമൺ എടുത്തു. 20 മൈനസ് 29 അതായത് -9/580. 21/9 189. എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ തന്നെ മൈൻഡ് ചെയ്യാം. അപ്പം ആ മൈൻഡിൽ തന്നെ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം? ഇത് മാർക്ക് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ആ ഒരു ശീലം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? അത് വളർത്തിയെടുത്തോളാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എത്ര സമയം എടുത്തും ചെയ്യാം. പെട്ടെന്ന് ഏറ്റവും സ്പീഡിൽ ചെയ്യുന്നവരാണോ അവർക്കായിരിക്കും അടുത്ത കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും കൂടുതൽ മാർക്ക് പഠിക്കാനും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If 2 cos square theta 3 okay തന്നിട്ടുണ്ട്, then what is the value of tan 2 theta, cosec 3 theta, sec 2 theta? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇത് എല്ലാവരും ചെയ്യും. കുറെ പേര് ഇത് വലുത് cos square theta 1 minus sin square theta ആക്കി സൈൻ ആക്കി സൈനിന്റെ വാല്യൂ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും സ്ക്വയർ ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്വയർ ടേം ആണ്.
അപ്പൊ ആ സ്ക്വയർ ടൈം ഒരിക്കലും റൂട്ട് വരത്തില്ല, റൂട്ട് വാല്യൂ വരത്തില്ല. അപ്പൊ ഇത് LHS, ഇത് RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ സൈൻ തീറ്റയ്ക്ക് റൂട്ട് വരാത്ത വാല്യൂ ഏതുണ്ട്? സൈൻ തീറ്റയുടെ എല്ലാം ടേബിൾ ഉണ്ട്. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 91, അങ്ങനെ എല്ലാത്തിനും വാല്യൂ ഉണ്ട്. അപ്പൊ സൈൻ തീറ്റയ്ക്ക് റൂട്ട് വരാത്ത വാല്യൂ ഇതുണ്ട്, ഏതുണ്ട്? സൈൻ 30 ഉണ്ട്. അപ്പൊ 30 ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. തീറ്റയ്ക്ക് ഞാൻ 30 എന്ന് ഇടാം. ഇതൊന്നും ഏറ്റവും മനസ്സിലായോ? സൈൻ 30 ആകുമ്പോൾ എന്തോ സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് ഇല്ല. 30 ഒന്ന് കൊടുക്കും, തീറ്റയ്ക്ക് 30 ഇട്ട് കൊടുക്കും, ചെക്ക് ചെയ്ത് നോക്കാം. 2 × cos square തീറ്റ. കാര്യം തീറ്റ എന്ന് പറഞ്ഞാൽ 0 ക്കും 90 ക്കും ഇടയ്ക്കാണ്. അപ്പൊ 0 90 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ 30 ഇട്ട് കൊടുക്കും. 30 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 × cos 30. cos 30 എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നുണ്ടല്ലോ, ഞാൻ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞുള്ളൂ. cos 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പൊ 2 × √3/2 ന്റെ ഹോൾ സ്ക്വയർ. √3/2 ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/4. 2 × 3/4. 2 × 3/4 എന്ന് വെച്ചാൽ അല്ലെ 2 × 3/4 ആണ്, അതായത് 3/2. 3/2 ഈക്വൽ ടു ഇത് വരും 3 × 1 - 1/2. 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇത് 1/2. 1 - 1/2 1/2. 3 × 1/2 എന്ന് പറഞ്ഞാൽ 3/2. 3/2 ഈക്വൽ ടു 3/2 എന്ന് വരും. സാറ്റിസ്ഫൈ ചെയ്തു. അതിന്റെ അർത്ഥം എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ സാധാരണ ഈ ക്വസ്റ്റിനകത്തൊക്കെ ഈ 2 തീറ്റയും 3 തീറ്റയും കണ്ടോ? അപ്പൊ തീറ്റ എന്തായാലും ടാനിന് തീറ്റയ്ക്ക് എത്ര വാല്യൂ വന്നേ പറ്റൂ? 15 വന്നാൽ ഇവിടെ 45 ആയിരിക്കും. 15 വരാം. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി? നമുക്ക് 30 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ടാൻ 2 തീറ്റ. ടാൻ 2 തീറ്റ എന്നത് തീറ്റയ്ക്ക് 30 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ടാൻ 60. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 പ്ലസ് കൊസീക് 3 തീറ്റ. കൊസീക് × 3 × 30. അതായത് കൊസീക് 90. കൊസീക് 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് സീക് 2 തീറ്റ. മൈനസ് സീക് 2 തീറ്റ സീക് 60. സീക് 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക് 60 എത്രയാണ്? 2 ആണ്. സീക് 60. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. sec 60 എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ. അപ്പൊ √3 + 1 - 2, അതായത് √3 - 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഈ tan x എന്ന് പറഞ്ഞാൽ കോഡ് tan x ഇങ്ങനെയാണെങ്കിൽ ഇതാണ് വാട്ട് ഈസ് വാല്യൂ ഓഫ് x. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഷോർട്ട് കട്ട് പറയാം. ടാൻ ഷോർട്ട് കട്ട് അല്ല, ഇത് പഠിക്കേണ്ട കാര്യമാണ്. അത് കുറച്ച് 3 കാര്യങ്ങളുണ്ട് ഞാൻ പറയാം. ടാൻ തീറ്റ കോഡ് തീറ്റയ്ക്ക് ഈക്വൽ ആണെങ്കിൽ എന്താ? ഇതും ആ തീറ്റ ആംഗിൾസിന്റെ സമ്മ് ടാൻ എ ഈക്വൽ ടു കോഡ് ബി ആണെങ്കിൽ a + b എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? a + b എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ പേന എടുക്കരുത്. ഇത് പെൻ ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പെൻ ഫ്രീ ആയിട്ട് എത്ര സെക്കൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്? 5 സെക്കൻഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇത് 5 സെക്കൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ടാൻ എക്സ് കോട്ട് ഇതാണ്, വേറെ ഒന്നും വായിക്കുന്നില്ല. വാല്യൂ ഓഫ് എക്സ് ആണ് വെച്ചിരിക്കുന്നത്. ടാൻ ഇതാണ്. അപ്പം ടോട്ടൽ സമ്മ് a + b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. അപ്പൊ 3x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 42 എന്ന് കിട്ടും. x എന്ന് പറഞ്ഞാൽ 14. കഴിഞ്ഞു. ഇത്രയാണ് ഇത് സമയം എടുക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? നോക്ക്, കുറച്ച് കാര്യം. സൈൻ എ ഈക്വൽ ടു കോസ് ബി, അതേപോലെ ടാൻ എ ഈക്വൽ ടു കോഡ് ബി, അതേപോലെ സീക്ക് എ ഈക്വൽ ടു കൊസീക് ബി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദെൻ a + b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ a + b 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ എയും കോസ് ബി എന്താണ്? ഈക്വൽ ആണ്. ടാൻ എ കോഡ് ബി എന്താണ്? ഈക്വൽ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. സൈൻ 30 ഈക്വൽ ടു സൈൻ 60. സൈൻ 60 ആണോ? കോസ് 60 എന്ന് പറഞ്ഞാൽ എന്താ? a + b 90 ആയി കഴിഞ്ഞാൽ എന്താണ്? സൈൻ എയും ഈക്വൽ ടു കോസ് ബി. അതായത് സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്, കോസ് 60 വാല്യൂ 1/2 ആണ്. നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും മതി. ഓക്കെ, അതിന്റെ ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഏതാ തന്നിരിക്കുന്നത്? ഇതാ തന്നിരിക്കുന്നത് രണ്ടാമത്തെ ടാൻ ഈക്വൽ ടു കോഡ് ബി. അങ്ങനെയാണെങ്കിൽ a + b രണ്ടിന്റെ ആംഗിളുടെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആണ്. x + 2x 3x 3x + 48 ഈക്വൽ ടു 90. അപ്പൊ 3x ഈക്വൽ ടു 90 - 48. അപ്പൊ 90 - 48 ആണ് ഞാൻ എന്ത് പറഞ്ഞത്? 90 ന്ന് 48 കുറച്ച് 2 കൂടി 50 40 42. അപ്പൊ 3x എന്ന് പറഞ്ഞാൽ 42, x ന്റെ വാല്യൂ എത്രയാണ്? 14. ഇത് പേന വേണോ? പേന വേണ്ട. കാര്യം ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഇത് എന്ത് ചെയ്യുക. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഇതേ സെയിം സംഭവം കിട്ടും. ഇത് ചോദിച്ചാൽ ഇനിയും വരും. ഈ ടൈപ്പ് സെയിം വരും. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഇക്വേഷൻ ഇതായിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, അടുത്ത ദിവസം നോക്കി. ദ വാല്യൂ ഓഫ് ടാൻ 50 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഒരു വലിയ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാം? അപ്പം ഒരുപാട് പേര് ഇങ്ങനെ എഴുതി ഇത് ഒന്നുകൂടെ എടുത്ത് എഴുതുന്നവരുണ്ട്. ഒരിക്കലും ഇത് എടുത്ത് എഴുതിയോ ഒന്നും ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ട്രിഗണോമെട്രിയിൽ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ഞാൻ ആദ്യം ഇത് പെട്ടെന്ന് ചെയ്യുന്ന എക്സാം എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ടാൻ 50 സീക് 50 കോഡ് 40 കൊസീക് 40. അപ്പൊ എന്ത് ചെയ്യാം? താഴത്തെ ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തില്ല. ടാൻ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് 40 ആണ്. അപ്പൊ ഞാൻ എഴുതുന്നില്ല. ഞാൻ ആദ്യം രണ്ടാമത് എഴുതാം, അതും പറയും. ടാൻ 50 എന്ന് പറഞ്ഞാൽ ടാൻ 50 മാറ്റി എന്താക്കി? കോഡ് 40 ആക്കി. സീക് 50 എന്ന് പറഞ്ഞാൽ എന്താണ്? സീക് എന്ന് പറഞ്ഞാൽ കൊസീക് 40 ആണ്. അപ്പൊ സീക് 50 എന്ന് പറഞ്ഞാൽ കൊസീക് 40 ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. അത് 1 ആയി. അപ്പൊ 1 പ്ലസ് കോസ് സ്ക്വയർ 65 ഉം ഇതെന്താ? സൈൻ 65 × കോസ് 25. കോസ് 25 എന്ന് പറഞ്ഞാൽ
സൈൻ 65. അപ്പം കോസ് സ്ക്വയർ 65 പ്ലസ് സൈൻ സ്ക്വയർ 55 അത് 1 ആയി പ്ലസ് ടാൻ 30. ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3, അതായത് 2 + 1/√3. അപ്പൊ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, എക്സാമിന് ഞാൻ എഴുതേണ്ട കാര്യമില്ല. പഠിച്ചിട്ട് പോയെന്ന ഒരാള് അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. 2 + 1/√3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് 2√3 + √3/√3 അല്ലേ, ഈക്വൽ ടു 2√3 plus 2√3 plus 1 divided by √3. √3 കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2√3 √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും പ്ലസ് √3 divided by 3. 6 plus √3/3 ഓപ്ഷൻ ബി വരും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ ഇതൊന്നും ഇത്രയൊന്നും കാൽക്കുലേഷൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എന്താ ഇത്ര എഴുതി 1 + 1 + 1/√3. അപ്പം ഇതും എഴുതേണ്ട കാര്യമില്ല. 1 + 1 2, 2 + 1/√3, 2 + 1/√3 2√3 plus √3/√3. അപ്പൊ അടിയിൽ 3 വരണം, 2√3 × 3 6 വരും. 6 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. ഇതെന്ത് ചെയ്യാം? ഇതും പേന എടുക്കാതെ ചെയ്ത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അറിയണം. അപ്പൊ ഇനി നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റുകൾ നമ്മൾ എന്തൊക്കെ വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് നോക്കാം. നോക്ക്, ടാൻ 50 സീക് 50 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ടാൻ 50യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടാൻ 50 ഓക്കെ സൈൻ തീറ്റ നമുക്ക് കോസ് 90 മൈനസ് തീറ്റ നമുക്ക് എന്ത് പറയാം? സൈൻ തീറ്റ എന്ന് പറയാം. അതേപോലെ കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, അത് തിരിച്ചു. അതേപോലെ ടാൻ തീറ്റ നമുക്ക് എങ്ങനെ പറയാം? കോട്ട് 90 മൈനസ് തീറ്റ. അതേപോലെ തിരിച്ചു ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ. ഇനി സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക്ക് 90 മൈനസ് തീറ്റ. കൊസീക്ക് 90 മൈനസ് തീറ്റ. അതായത് എന്താ? സൈൻ തീറ്റയുടെ കോംപ്ലിമെന്റ് ആണ് കോസ് തീറ്റ, ടാൻ തീറ്റയുടെ കോംപ്ലിമെന്റ് ആണ് കോട്ട് തീറ്റ, സീക് തീറ്റയുടെ കോംപ്ലിമെന്റ് ആണ് കൊസീക് തീറ്റ. അതായത് ഇവിടെ എന്താ പറയാ? ടാൻ 50 എന്ന് പറഞ്ഞാലും അതേപോലെ കോട്ട് 90 മൈനസ് തീറ്റ. അതായത് ടാൻ 50 എന്ന് പറയുന്നത്, അതായത് നോക്കാം, തീറ്റയ്ക്ക് വരെ ഞാൻ 50 കൊടുത്തു. ടാൻ 50 എന്ന് പറയുന്നത് കോട്ട് എന്താണ്? 90 മൈനസ് എന്താണ്? 90 മൈനസ് 40 ആണ് അല്ലെ? 90 മൈനസ് 40 അല്ലേ? ആ 40 ആണ്. ഇതിനാണ് എന്ത്? അടുത്ത കോസ് തീറ്റ. ടാൻ 50 എന്ന് പറഞ്ഞാൽ കോസ് 90 മൈനസ് തീറ്റ. 90 മൈനസ് 50 ആണ്. 90 മൈനസ് 50 ആണ്. അതായത് കോട്ട് 90 മൈനസ് 50 എന്ന് വെച്ചാൽ കോട്ട് 40 ആണ്. അപ്പൊ ടാൻ 50 നമുക്ക് എന്ത് പറയാം? കോട്ട് 40 എന്ന് പറയാം. നേരത്തെ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ? ടാൻ തീറ്റ ടാൻ എ ഈക്വൽ ടു കോട്ട് ബി. ടാൻ എ രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാൻ. ടാൻ എ ഈക്വൽ ടു, നേരത്തെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് അത് വെച്ച് പറയാം. ഇത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ടാൻ എ ഈക്വൽ ടു കോട്ട് ബി. ടാൻ ഈക്വൽ ടു കോട്ട് ബി എപ്പോഴാണ്? എ പ്ലസ് ബി ഈക്വൽ ടു 90. അപ്പം ഇവിടെ ടാന് പകരം ഞാൻ കോട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? എ പ്ലസ് ബി, അതായത് എ എന്ന് പറഞ്ഞാൽ ഇതാന്ന് വെച്ചോ, ഒരു ആംഗിൾ എ ആണ്. ഇതും ഏതോ ഒന്നുകൂടെ കൂട്ടുന്നത്, ഇതും ആ കോട്ടിന്റെ കൂടെ കിടക്കുന്നത് കൂട്ടുന്നത് എത്രയാണ്? 90 ആണ്. അപ്പൊ ടാൻ 50 അവിടെ ഉണ്ട്. ടാനിനെ കോട്ടാണ്, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കോട്ടാണ്. ടാനും കോട്ടാണ്, സൈൻ കോസ് ആണ്, അതേപോലെ കൊസീക്ക് സീക്ക് ആണ്. അപ്പൊ ടാനിനെ കോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടാൻ എ ഈക്വൽ ടു കോട്ട് ബി എപ്പോഴാണ്? എ പ്ലസ് ബി 90 ആണ്. ടാൻ എ ആ എയുടെ അവിടെ 50 ഉണ്ട്, പിന്നെ 90 ആണെങ്കിൽ എന്തുകൂടെ വേണം? 40 കൂടെ മതി. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും എളുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ ഇക്വേഷൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഇതാണ് ഈ ഇക്വേഷൻ പഠിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ടാൻ 50 നമുക്ക് എന്ത് പറയാം? ടാൻ കോട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? എ പ്ലസ് ബി 90 ആണ്. അപ്പം കോട്ട് 40. അപ്പൊ ഇതിനെ നമുക്ക് കോട്ട് 40 എന്ന് എഴുതാം. പ്ലസ് സീക് 50. സീക്കും എന്താണ്? കൊസീക്കും ആണ്. സീക്ക് തീറ്റ കൊസീക്ക് ആവുന്ന എപ്പോഴാണ്? രണ്ടുകൂടെ സമ്മ് 90. അപ്പം എ ഇവിടെ 50 ഉണ്ട്, എത്രയും കൂടെ വേണം? 40 എന്താവും? 90 ആവും. പിന്നെ സീക് 50 നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക്ക് 40 എന്ന് എഴുതാം. അത് തന്നെയല്ലേ അടിയിൽ കിടക്കുന്നത്? കോട്ട് 40 പ്ലസ് കൊസീക്ക് 40. മേലെ താഴെ ക്യാൻസൽ ചെയ്ത് എന്ത് ചെയ്യാം? ഇത്രയും ടൈപ്പിനെ 1 ആക്കാം. ഓക്കെ, ഇനി കോസ് സ്ക്വയർ 65 അവിടെ ഉണ്ട്. ഒന്നും കോസ് സ്ക്വയർ 65. ഇനി സൈൻ 65 അവിടെ ഉണ്ട്, കോസ് 25 അവിടെ ഉണ്ട്. ഇവിടെ നോക്കി, കോസ് 25നെ നമുക്ക് അറിയാവുന്ന ഇതിലോട്ടല്ലേ കൊണ്ടുവരേണ്ടത്. കോസ് 25നെ എന്ത് ചെയ്യാം? കോസ് തീറ്റ സൈൻ തീറ്റ ആവുന്ന എപ്പോഴാണ്? എ പ്ലസ് ബി 90 ആവുമ്പോൾ. അപ്പൊ കോസിനെ സൈനിന്റെ ടേബിളിലോട്ട് സൈഡ് എഴുതുമ്പോൾ സൈൻ കോസ് 25നെ സൈൻ എത്ര എഴുതാം? എ പ്ലസ് ബി 90 ആണ്. ഇവിടെ 25 ഓൾറെഡി ഉണ്ട്. എ പ്ലസ് ബി 90 ആക്കാൻ വേണ്ടി അടുത്ത സൈനിലൂടെ എന്താ വരുന്നത്? ബിയുടെ വാല്യൂ എ 25 ഉണ്ട്. അപ്പൊ ബിയുടെ വാല്യൂ എന്ത് വേണം? 90 മൈനസ് 25. എത്ര കൂടെ വേണം? 5 കൂടി 30 ആവും, പിന്നെ 60, 65. സൈൻ 65നെ നമുക്ക് കോസ് 25നെ എങ്ങനെ എഴുതാം? സൈൻ 65 എഴുതാം. അപ്പൊ സൈൻ 65 ഇൻറ്റു സൈൻ 65 സൈൻ സ്ക്വയർ 65 ആണ്. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ബേസിക് ഇക്വേഷൻ. കോസ് സ്ക്വയർ 65 പ്ലസ് സൈൻ സ്ക്വയർ 65 എന്തായി? അത് 1 ആയി. അപ്പൊ നമ്മൾ 1 + 1 എന്ന് എഴുതി. ഇനി ടാൻ 30യുടെ വാല്യൂ 1/√3. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. നിങ്ങൾക്ക് ഇത് പല രീതിയിൽ ചെയ്ത് പേന എടുക്കാതെയും ചെയ്യാം. അപ്പൊ അതിനെന്ത് ചെയ്യണം?
പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും എന്ത് വേണം, മൈൻഡിൽ വേണം, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് കോസ് തീറ്റയുടെ വാല്യൂ പി സ്ക്വയർ മൈനസ് 1 പി സ്ക്വയർ പ്ലസ് 1 ദെൻ കോസീക് തീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ ഇതൊരു ട്രിപ്ലറ്റ് ആണ്, ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ട്രിപ്ലറ്റ് ആണ്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ട്രയാങ്കിളിനകത്ത് ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. പി സ്ക്വയർ പ്ലസ് 1 ഇവിടെ ഹൈപ്പോട്ടൻസ്, ഇത് പി സ്ക്വയർ മൈനസ് 1 ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് 2p എന്ന് പറയും. 2p. അപ്പൊ കോസ് തീറ്റ ആണ് പി സ്ക്വയർ മൈനസ് 1 ബൈ പി സ്ക്വയർ പ്ലസ് 1. കോസ് തീറ്റ, അപ്പൊ ഇവിടെ തീറ്റ ഇവിടെ ആണെങ്കിൽ ഇത് പി സ്ക്വയർ മൈനസ് 1. പി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, അഡ്ജസന്റ് ബേസ് ബൈ ഹൈപ്പോട്ടൻസ്, അതാണ് ഇരിക്കുന്നത്. തീറ്റ ഇവിടെ വരും, ബേസ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, മേളിൽ ഹൈപ്പോട്ടൻസ്, കൊസീക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടൻസ് ബൈ പെർപെൻഡിക്കുലർ. അപ്പൊ കൊസീക് തീറ്റ ഹൈപ്പോട്ടൻസ് മേളിൽ 1 പ്ലസ് പി സ്ക്വയർ ആണ്, ഹൈപ്പോട്ടൻസ് എന്താ 1 പ്ലസ് പി സ്ക്വയർ ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്, ഓപ്ഷൻ ബി മാത്രമേ അങ്ങനെയുള്ള ഉള്ളൂ. അപ്പൊ ഇത് ഈ പടം വരയ്ക്കാതെ നമുക്ക് ചെയ്യാം. 1 പ്ലസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ, ഹൈപ്പോട്ടൻസ് ബൈ പെർപെൻഡിക്കുലർ. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 1 പ്ലസ് പി സ്ക്വയർ ബൈ 2p, ഓപ്ഷൻ ബി. അപ്പൊ ഇതെന്ത് ചെയ്യാം, ഇത് വരയ്ക്കൊന്നും വേണ്ട, എന്ത് ചെയ്യണ്ടേ, കോസ് തീറ്റയുടെ വാല്യൂ അങ്ങനെയാണ് പി സ്ക്വയർ മൈനസ് 1 പി സ്ക്വയർ പ്ലസ് 1, അടുത്ത് 2p ആണ്. ചെയ്ത് നോക്കിയത് പി സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2p യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും, അതിന്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒന്നങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കി, ഒന്നിട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 ഒന്നും എടുക്കണ്ട, കാര്യം 0 ആയിപ്പോ, രണ്ടോ എന്തെങ്കിലും വാല്യൂ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഇതൊരു ട്രിപ്ലറ്റ് ആണെന്ന് എന്ത് ചെയ്യാം, പഠിച്ചോളൂ. അതിൽ എസ് സ്ക്വയർ പ്ലസ് 1 എസ് സ്ക്വയർ മൈനസ് 1 2x എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രിപ്ലറ്റ് ആണ്. ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് ബേസ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ മേളിൽ എന്താണ്, ഹൈപ്പോട്ടൻസ് ആയിരുന്നു. ഹൈപ്പോട്ടൻസ് പറഞ്ഞാൽ 1 പ്ലസ് പി സ്ക്വയർ. നമ്മൾ ഓപ്ഷൻ ചെയ്തത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അത് മാർക്ക് ചെയ്തിട്ട് പോകാം, ഒന്ന് എഴുതാൻ തന്നെ നമുക്ക് പോവാം. പിന്നെ പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ഫോർമുല പഠിച്ചു നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് ട്രിഗണോമെട്രിയുടെ ഏകദേശം 10 ക്വസ്റ്റ്യനോളം ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് ഇടുക. നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ മിസ്സാവാതെ കാണുക. മാക്സിമം പേർക്ക് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എക്സാമിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.